ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. നമ്മുടെ ചെടികളുടെ എല്ലാം ആരോഗ്യത്തിന് വേണ്ടിയ മെയിൻ 3 ഘടകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ തന്നെ പൊട്ടാഷ് എന്ന് പറയുന്ന കാര്യങ്ങൾ, പൊട്ടാസ്യം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കുറേ മൈനർ എലമെൻസും ചെടികളുടെ ഗ്രോത്തിന് വേണ്ടിയതായിട്ടുണ്ട്. അതാണ് ഫെറസ്, സിങ്ക്, അതുപോലെ തന്നെ കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചെടികളുടെ ഇലകൾക്കൊക്കെ നല്ല പച്ച നിറം കൊടുക്കാനും അതുപോലെ പൂക്കൾ കണ്ടോ, ഈ പൂക്കൾക്കൊക്കെ നല്ല നിറം കൊടുക്കാനും സഹായിക്കുന്നൊരു കാര്യമാണ് മഗ്നീഷ്യം. അതുപോലെ ക്ലോറോഫില്ലെ പ്രധാന ഘടകമാണ് ഈ മഗ്നീഷ്യം. അന്നേരം ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലമാണ് നമ്മുടെ ഈ ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോവുക. അതുപോലെ തന്നെ ചെടി റോസിൻ്റെയൊക്കെ ഇലകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇലകളൊക്കെ ചുരുണ്ട് പോവുക. മിക്ക ചെടികൾക്കും ഉള്ള ഒരു കംപ്ലൈൻ്റാണ് നമ്മൾ നോക്കുക. അന്നേരം ഇലകൾ ചുരുണ്ടിരിക്കുക, മഞ്ഞളിച്ച് പോവുക. ഇതിനൊക്കെ ഒരു നല്ലൊരു സൊല്യൂഷനാണ് മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട് എന്ന് പറയുന്ന കാര്യം. കുറേ പേര് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ചോദിച്ചു, ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് കല്ലുപ്പാണോ? ഒരിക്കലുമല്ല, കല്ലുപ്പല്ല. നിങ്ങൾ കടയിൽ ചെന്ന് ചോദിച്ചാൽ, മെഡിക്കൽ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ഇതേപോലെ ഗാർഡൻ സ്റ്റോറിലോ ഒക്കെ ചോദിച്ചാൽ കിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്ന് ചോദിച്ചാൽ മതി, അവർ തരും. ഒരുപാട് വിലയൊന്നുമില്ല ഇതിന്, വളരെ വില കുറവ് തന്നെയാണ്. ഒരു പിഞ്ച് മതിയാകും ഒരു ചെടിക്ക്. ആ അളവിൽ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മടിയുള്ളവർക്ക്, നിങ്ങൾക്ക് ഏത് ചെടിക്കാണോ മഗ്നീഷ്യം കുറവ് അല്ലെങ്കിൽ നല്ല പച്ച നിറത്തിൽ നിങ്ങൾക്ക് വേണ്ടിയത് എന്നുള്ളവർക്ക് ഒരു പിഞ്ചെടുത്ത് ചെടിയുടെ ചുവട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് മടിയോ അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാത്തവർക്ക് സ്പ്രേ ചെയ്ത് നിൽക്കാനൊന്നും സമയം കാണത്തില്ല, അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു പിഞ്ച് വീതം ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചു അലോവേരയ്ക്ക് ഇടാൻ പറ്റുമോ എന്ന്. അലോവേരയ്ക്ക് ഇടുന്നതും വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് മുളയ്ക്കാത്ത വിത്തുകൾ അല്ലെ സീഡുകളൊക്കെ മുളപ്പിച്ച് കഴിഞ്ഞാൽ തൈയൊക്കെ എല്ലാവരും പറയും കിളിച്ചു വന്നാൽ ഉടൻ തന്നെ അതങ്ങ് അഴുകി പോവുക, ചീഞ്ഞു പോവുക എന്നൊക്കെ പറയും. അന്നേരം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തൈകൾക്ക് നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ടൊമാറ്റോസ്, നല്ല സ്വീറ്റ് ടൊമാറ്റോ ഉണ്ടാകാനും ഈ മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കും. അതായത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കുഞ്ഞു തൈകൾക്കൊക്കെ എന്ന് ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞു തൈകളാകുമ്പോൾ നിങ്ങൾ 1 ടീസ്പൂൺ മഗ്നീഷ്യം സൾഫേറ്റ് എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം കുഞ്ഞു തൈകളിലൊക്കെ തളിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ നേരം നല്ല ആരോഗ്യമുള്ള കുഞ്ഞു തൈകൾ മുളച്ച് വരുന്നത് സഹായിക്കും. നിങ്ങൾക്ക് എസ്പെഷ്യലി ടൊമാറ്റോ പ്ലാന്റ്സിന്, അതുപോലെ തന്നെ പച്ചമുളക്, നിങ്ങളുടെ ക്യാബേജ്, കോളിഫ്ലവർ, ഇങ്ങനെയുള്ള എല്ലാം, അതുമാത്രമല്ല റോസ്, അങ്ങനെ മിക്ക ചെടികൾക്കും, ചെമ്പരത്തി, ഇതിനൊക്കെ തളിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെടികൾക്കൊന്ന് നിങ്ങൾ പറയും ഇതേപോലെ ഇല ചുരുണ്ടു പോവുക, അതുപോലെ തന്നെ ഇലയിൽ മഞ്ഞളിപ്പ്, അങ്ങനെയുള്ള ഒരു ഇതിന്, അതുപോലെ തന്നെ റോസ് പ്ലാന്റിന് നല്ലൊരു ഫോളിയാർ സ്പ്രേ ആയിട്ട് നിങ്ങൾക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഫോളിയാർ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഇലയിലെല്ലാം തളിച്ചു കൊടുക്കുക. അതായത് നല്ല പച്ച ഇലയും പൂക്കളും ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ മഗ്നീഷ്യം സൾഫേറ്റ് എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം എല്ലാ 15 ദിവസം കൂടിയിരിക്കുമ്പോഴും ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞു തൈകൾ നിങ്ങൾ നടാൻ നേരം പുതിയ ചെടികൾ നടുകയാണ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുഴിയെടുത്തതിന് ശേഷം 1 പിഞ്ച് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുക. അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുക. 1 പിഞ്ച് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് തൈകൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ, നല്ല പച്ച നിറത്തിൽ ഇത് കിളിച്ചു വരുന്നത് കാണാൻ പറ്റും. ഇത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെടികളുടെ ചുവട്ടിൽ വേണമെങ്കിലും ജസ്റ്റ് ചുമ്മാ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഇടാൻ നേരം ഒരു ചെറിയൊരു പിഞ്ച് മാത്രമേ ഇട്ട് കൊടുക്കുക, ഒരുപാട് ഇടരുത്, 1 പിഞ്ച് മാത്രം ഇട്ട് കൊടുക്കുക. അഥവാ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ടീസ്പൂൺ ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ലതുപോലെ ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ 2 ടീസ്പൂൺ എപ്സം സോൾട്ട് എടുക്കുക. അതായത് 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ഗ്രാമോളം വരും. അതായത് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. അന്നേരം 10 ഗ്രാം വേണം. അതായത് നല്ല ഇല ചുരുളയിലും നല്ല ഇതും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെടിയിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് എസ്പെഷ്യലി നിങ്ങൾ ഇല ചുരുണ്ടിരിക്കുന്ന ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലയുടെ അടിഭാഗത്ത് വേണം
വേണം നിങ്ങളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കാരണം നമ്മുടെ ചെടികളിലെ ലീഫിൽ കൂടി അബ്സോർബ് ചെയ്യുമ്പോൾ ഈ സ്റ്റൊമാറ്റോ വഴിയാണ് അബ്സോർബ് ചെയ്യുന്നത്. അന്നേരം ഇലകളുടെ കൂടുതൽ സ്റ്റൊമാറ്റോസ് ഇരിക്കുന്നത് ഇലകളുടെ അടിഭാഗത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിഭാഗത്ത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇങ്ങനത്തെ ആയിരിക്കും. പല പല പാക്കേജുകളിൽ കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഡോസേജ് എഴുതിയിട്ടുണ്ട് 2 ഗ്രാം ടു 16 ഗ്രാം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നേരം അതിന് ഒരു 5 ഗ്രാംസാണ് ഒരു ചെടിക്ക് മാക്സിമം. അതിൽ കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത്. ഇത് കണ്ടാൽ മനസ്സിലാവും, ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഉപ്പ് പോലെയോ പഞ്ചസാരയോ പോലെയൊക്കെ ഇരിക്കും. പിന്നെ നിങ്ങളിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ വേണം ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് 1 ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക്, റോസിന്, ചെമ്പരത്തിക്ക്, ഇൻഡോർ പ്ലാന്റ്സിന്, ഫിലോഡെൻഡ്രോൺ അങ്ങനെയൊക്കെയുള്ള മഞ്ഞളിച്ചു പോകുന്ന ചെടികൾക്കൊക്കെ നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ ചെടിയുടെ ചുവട്ടിലും ഒക്കെ ഇടുകയാണെങ്കിൽ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷന് ഇത് നല്ലതുപോലെ സഹായിക്കും. അത് ചില ചെടികൾക്കൊന്നും ഇത് നൈട്രജൻ ഫോസ്ഫറസും ഒന്നും അബ്സോർബ് ചെയ്യാനുള്ളൊരു ഇത് കാണത്തില്ല. അന്നേരം അതിൻ്റെ റൂട്ട്സിൻ്റെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള NPK ഒക്കെ നല്ലതുപോലെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കുന്നതാണ്. നിങ്ങളിത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് മഗ്നീഷ്യം ഹംഗ്രി ക്രോപ്സ് എന്ന് പറയും. അതായത് മഗ്നീഷ്യം വളരെയധികം ആവശ്യമുള്ള ചില ചെടികളുണ്ട്. അത് പൊട്ടറ്റോസ്, നിറയെ പൊട്ടറ്റോസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൊട്ടറ്റോ ചെടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊട്ടറ്റോസ് ഉണ്ടാകും. റോസിൽ നിറയെ പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറിൽ വരാനും ഒക്കെ ഇത് നല്ലതുപോലെ സഹായിക്കും. ഇത് റോസിനും എല്ലാ ചെടികൾക്കും 1 ടീസ്പൂൺ എടുക്കുക, 1 ലിറ്ററിൽ കലക്കി നല്ലതുപോലെ സ്പ്രേ ചെയ്താലും മതിയാകും. അതുമാത്രമല്ല, നിങ്ങളുടെ ഗാർഡനിലുള്ള പെസ്റ്റ്, അതായത് നമ്മുടെ ഒച്ച്, അങ്ങനെയൊക്കെയുള്ള സ്നെയിൽ അങ്ങനെയൊക്കെയുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എപ്സം സോൾട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ചുമ്മാ ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ചത്തുപോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആൻഡ് ഹെൽത്തി പ്ലാന്റ്സിന് വളരെ നല്ലതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഇതെങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. Thank you friends. Thank you for watching Lindsay's Link. See you in next video. Bye bye.